ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ PC ജോർജ് NDA സ്ഥാനാർത്ഥിയായേക്കും. പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ NDAയുടെ നേതാക്കന്മാരെ SNDPയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. BJPയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന് അല്പകാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളൂ. ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നത്. കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നുന്നത്. PC ജോർജിന് പകരം PS ശ്രീധരൻ പിള്ളയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തേടി BJP. ജോർജ് सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास. നമ്മൾ BJP ചേരുന്നതിന് വേണ്ടി ദേശീയ നേതൃത്വത്തോടെ നഡ്ഡാജി ഉൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ ചോദിച്ചു എന്തെങ്കിലും എനി ഡിമാൻഡ്. നോ ഡിമാൻഡ്. പുള്ളി വായി തോന്നുന്ന വിളിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുള്ളിക്ക് തന്നെ സ്ഥിരതയില്ല, വെളിവില്ല. പുള്ളി വലിയ ആശുപത്രി കൊണ്ടേ കിടത്തണം പുള്ളിനെ. K. അഖിൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഖിൽ, എന്താണ് അവിടെ BJPക്കുള്ളിൽ നടക്കുന്നത്? ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. നമുക്കറിയാം PC ജോർജ് അവിടെ സ്ഥാനാർത്ഥം പ്രതീക്ഷിച്ചിരുന്നു. PC ജോർജ് ചില പിണക്കങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മാധ്യമങ്ങളോടക്കം. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്. എന്താ സംഭവം? ആ ജോലി ആണുങ്ങൾ കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്? ജെയിംസോ? പത്തനംതിട്ട അനുയാന്യെ അറിയുന്നവരില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഓട്ടം കൂടുതലുണ്ട്. യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. നമുക്ക് കാണാം, നമുക്ക് മത്സരം നോക്കാം. നല്ല മത്സരമായിരിക്കും. അയ്യപ്പൻ നായർ, കോശി കുര്യൻ.